നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 23 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ഏകോപിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: +2 കാർക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കോഴ്സ്, IIT മദ്രാസിൽ BS ഡിഗ്രി ഏത് പ്രായക്കാർക്കും, CUET പുതിയ 2 വിഷയങ്ങൾ കൂടി. ഇനി ഇന്നത്തെ മലയാള മനോരമ പത്രം പരിശോധിക്കുന്നവർക്ക് വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നൊരു വാർത്തയാണ്. അമേഠിയിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കോഴ്സ്, പ്രവേശന പരീക്ഷ ജൂൺ 3, കേന്ദ്രം തിരുവനന്തപുരത്തും. വിമാനങ്ങളുടെ പരിപാലന ചുമതല നിർവഹിക്കുന്ന സാങ്കേതിക വിദഗ്ധരെ പരിശീലിപ്പിക്കുന്നതിന് അമേഠിയിലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി നടത്തുന്ന 3 വർഷ പ്രോഗ്രാമിൻ്റെ ജൂലൈ സെഷനിലേക്ക് മെയ് 9 വരെ അപേക്ഷിക്കാം. igruva.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നു. മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ 50% മാർക്കോടെ +2 പാസ്സായിരിക്കണം. പട്ടിക പിന്നോക്ക, സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് 45% മാർക്ക് മതി. 17 വയസ്സ് തികയണം. അപേക്ഷാ ഫീസ് 2000 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ആകെ സീറ്റ് 30. ഇനി ഇന്നത്തെ കേരള കൗമുദി പത്രം റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വാർത്ത വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു. IIT മദ്രാസിൽ BS ഡിഗ്രി പ്രോഗ്രാം. IIT മദ്രാസിൽ 4 വർഷ BS ഡിഗ്രി പ്രോഗ്രാമുകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ഡാറ്റാ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഈ 2 പ്രോഗ്രാമുകൾക്കും ഇന്ത്യയിൽ എവിടെയുമുള്ള ഏത് വിഭാഗത്തിലുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചേരാം. വിദ്യാർത്ഥികൾക്ക് റെഗുലർ ഡിഗ്രികളോടൊപ്പം ഈ ഡിഗ്രി പ്രോഗ്രാമുകളും പഠിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 75% വരെ സ്കോളർഷിപ്പും ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 26. അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് study.iitm.ac.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുന്നവർക്ക് വിദ്യാഭ്യാസ വാർത്ത പറഞ്ഞിരിക്കുന്നു. വലിയ തലക്കെട്ടോടുകൂടി മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുകയാണ്. CUET UG 213 സർവകലാശാലകൾ. പരീക്ഷയ്ക്ക് പുതിയ 2 വിഷയങ്ങൾ കൂടി. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 26 രാത്രി 11:50 വരെ. 2024 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG നിലവിൽ 213 സർവകലാശാലകൾ പങ്കെടുക്കുന്നു. അവയിൽ കേന്ദ്ര സർവകലാശാലകൾ 46, സംസ്ഥാന സർവകലാശാലകൾ 37, കൽപ്പിത സർവകലാശാലകൾ 20, സ്വകാര്യ സർവകലാശാലകൾ 104, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ 6. സ്ഥാപനങ്ങൾ, കോഴ്സുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള പട്ടികയിൽ ഇനിയും മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ നില അറിയാൻ nta.ac.in, exams.nta.ac.in എന്നീ സൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. പുതിയ 2 കോർ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഫാഷൻ സ്റ്റഡീസ് കോഡ് 328, ടൂറിസം കോഡ് 329. ഇതിനകം അപേക്ഷ നൽകിയവർക്ക് അപേക്ഷയിലെ പിശകുകൾ തിരുത്താനുള്ള അവസരം അനുവദിക്കുന്ന വേളയിൽ താൽപ്പര്യമെങ്കിൽ ഈ വിഷയങ്ങൾ കൂടി ചേർക്കാൻ സൗകര്യമുണ്ടായിരിക്കും. ഇനി ഇന്നത്തെ മാധ്യമം പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഇതാണ്. നീറ്റ് UG അപേക്ഷകർ 23.81 ലക്ഷം. മെഡിക്കൽ ബിരുദ സീറ്റിനുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് UG 2024 ഇത്തവണ അപേക്ഷിച്ചത് 23.81 ലക്ഷം വിദ്യാർത്ഥികൾ. ഇത് റെക്കോർഡാണ്. ഇത്തവണ 23,83,833 പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തതെന്നും അതിൽ 13 ലക്ഷവും പെൺകുട്ടികളാണെന്നും പരീക്ഷ നടത്തുന്ന ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. മെയ് 5-നാണ് പരീക്ഷ. രജിസ്റ്റർ ചെയ്തവരിൽ 10 ലക്ഷത്തിലേറെ പേർ OBC നോൺ ക്രീമി ലെയർ വിഭാഗക്കാരും 3.5 ലക്ഷം പട്ടികജാതിക്കാരും 1.5 ലക്ഷം പട്ടിക വിഭാഗക്കാരുമാണ്. പൊതുവിഭാഗത്തിൽ 6 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വാർത്ത: കീം ആദ്യമായി ഓൺലൈനിൽ, ജൂണിൽ പരീക്ഷ. മറ്റ് പത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്.
പ്രസക്തി നഷ്ടപ്പെടാത്തതുകൊണ്ട് ഇന്ന് ദേശാഭിമാനി അത് വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനിൽ. ജൂൺ 1 മുതൽ 9 വരെ കേരളം, ദുബായ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.